ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു വോട്ട് ഈറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും മുട്ടക്കറിയും പിന്നെ ഇന്നലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതും കൂടെ എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ നല്ല ചൂട് ചായ, ചൂടൊന്നും ഇല്ല കേട്ടോ, ചൂടൊക്കെ ആറിയായിരുന്നു. പാൽ ചായ ഉണ്ടായിരുന്നു, അതും കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് മാങ്ങ എടുത്ത് കട്ട് ചെയ്ത് കഴിച്ചു കൊടുത്തു. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. പിന്നെ ഇതേ മിച്ചറാണ് കഴിക്കുന്നത് കേട്ടോ. ഡയറ്റിൻ്റെ കാര്യം ഒന്ന് രണ്ട് പേർക്ക് കമൻറ്റ് ഇട്ടു, ഡയറ്റ് ഒന്നും ഇല്ലെന്ന് ഇപ്പോൾ ഉള്ളത്. 2 ദിവസത്തേക്ക് ഡയറ്റ് ഒന്ന് കണ്ടടച്ചു ഗൈസ്. പിന്നെ ഇത് കുറച്ച് ഐസ്ക്രീം അപ്പോൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചല്ല കേട്ടോ, പിള്ളേർക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു സ്ട്രോബെറിൻ്റെ ഐസ്ക്രീം ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഇടയ്ക്ക് നിലയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കൂടി വളരെ കുറവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ എടുത്ത് കുടിക്കും. പിന്നെ ഉപ്പിട്ട കശുവണ്ടിയില്ലേ, എരിവില്ല, ഉപ്പ് മാത്രമുള്ളത്, അത് കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ട് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ അച്ചിങ്ങ മെഴുക്കുരട്ടി, പിന്നെ ഒരു കുഞ്ഞ് പീസ് ചിക്കൻ ഫ്രൈയും വെള്ളം. അപ്പോൾ അത്രയാണ് ഉച്ചയ്ക്ക് കഴിച്ചത് കേട്ടോ. അതൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട്. പിന്നെ തെച്ചുട്ടിക്ക് വീണ്ടും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പം എൻ്റെ അനിയും പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചാണ്ട്. പക്ഷേ അവൾ ഈ ഒരു ഐസ്ക്രീം കഴിച്ചില്ല. ഒരു സൈഡിൽ മറ്റേ റെഡ് വെൽവെറ്റും ഇപ്പുറം വാനില ഉള്ളത് കേട്ടോ. പക്ഷെ ഞാൻ കഴിച്ചു, അവൾ കഴിച്ചില്ല. അങ്ങനെ അത് അടിപൊളിയായിരുന്നു. അത് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ചായക്ക് മറ്റേ മുട്ട ബജിയും പിന്നെ സോസല്ല, ഒരു അതിൻ്റെ എന്തോ ഒരു ചമ്മന്തി പോലെയാണ് കേട്ടോ, ആ ഒരു ചമ്മന്തിയും പിന്നെ പഴംപൊരി ഞാൻ പകുതി കഴിച്ചുള്ളൂ. ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ. നൈറ്റത്തെ ഫുഡ് ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ, കരിമീൻ പൊള്ളിച്ചത്. അത് പപ്പയായിട്ട് ഉണ്ടാക്കിയത്. ഇങ്ങനെ വാഴയിലൊക്കെ ചുറ്റിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. മീനാണെങ്കിൽ ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമ്മുടെ ഗ്രേവി സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇങ്ങനെ പൊതിയും. അങ്ങനെ അങ്ങോട്ടാണ് വാഴയിലൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു സംഭവം എന്തായാലും. പിന്നെ മീൻ ഇങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ എന്നിട്ട് ഇന്ന് കഴിച്ചത്. അപ്പോൾ എന്തായാലും കുഞ്ഞു പോട്ടെ ഈറ്റിൻ്റെ എത്രയുണ്ടായാലും നമുക്ക് വേണ്ടി അടുത്ത വീഡിയോ കാണാം. ബൈ.